ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. 27-ാം തീയതി മാർച്ചിന് രാത്രി 11:12 നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഹൈപ്പ് കാരണം ബുക്ക് മൈ ഷോ വരെ അടിച്ചുപോയ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത, മോഹൻലാൽ അഭിനയിച്ച ഒരു ചരിത്രം കുറിച്ച ഒരു സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചിത്രം റിലീസായ ദിവസം തന്നെ വിസിലടിയുടെ ആരവത്തോടെ കൂടെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് സിനിമ കാണുന്നത് ഒരു വേറെ ലെവൽ ഫീലാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. തിയേറ്ററൊക്കെ നല്ല ക്രൗഡാണ്. വണ്ടിയൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പുറമേയുള്ള പേൻ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് മൈ ഷോ സ്തംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടിക്കറ്റ് നമ്മൾ ഉറപ്പ് വരുത്തിയിരുന്നു. 4Kയും അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ല തിയേറ്ററാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ നമ്മൾ കയ്യിൽ വാങ്ങിച്ച ശേഷം എൻ്റർടൈൻമെൻറ്റിൻ്റെ ഊർജ്ജം കൂട്ടാൻ കുറച്ച് സ്നാക്സുമായിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് പോവുകയാണ്. രാത്രി 11:30 ഷോ ആയിട്ട് കൂടെ തിയേറ്ററൊക്കെ ഫുള്ളാണ്. ഫാമിലി ഓഡിയൻസാണ് കൂടുതലും ഉള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഈ മൂവിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഫലം കണ്ടു എന്ന് വേണം വിചാരിക്കാനായിട്ട്. തിയേറ്ററിനകത്തുള്ള വൈബാണെങ്കിൽ അത്യാവശ്യം നല്ല എനർജറ്റിക്കായ ഓഡിയൻസാണ് മൂവി കാണാൻ വന്നിരിക്കുന്നത്. തിയേറ്ററിൽ കാണുന്ന പരസ്യത്തിന് വരെ ആളുകൾ ഡാൻസ് കളിക്കുകയായിരുന്നു. ഗംഭീര കാസ്റ്റിങ്ങിൽ, വൺ ബഡ്ജറ്റിൽ, അടിപൊളി ഡയറക്ഷനിൽ ഇരുന്ന ഒരു സിനിമ വരവേൽക്കാനായിട്ട് എല്ലാവരും റെഡിയായി കാത്തിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല തിയേറ്ററിൽ വന്നിരുന്ന് ഈ മൂവിയൊക്കെ കാണുന്നതായിരിക്കും അതിൻ്റെ മാക്സിമം എൻജോയ്മെൻറ്റ് കിട്ടുക. മൂവി തുടങ്ങിയ ഉടനെ പതുക്കെ നമ്മളെ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് ശരിക്കും എൻഗേജിങ് തന്നെയായിരുന്നു. ഒരു സ്ലോ പേസ് ബിൽഡപ്പാണ് ഫസ്റ്റ് ഹാഫിൽ സ്വീകരിച്ചിരിക്കുന്നത്. മൂവി കാണാൻ വന്ന ഓഡിയൻസും നല്ല എൻഗേജിങ് ആയിരുന്നു. ഓരോ ട്വിസ്റ്റിനും ടേണിനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്ത് ഈ മൂവിക്ക് രക്ഷകനായി വന്ന ഗോകുലം ഗോപാലേട്ടന് വരെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഇന്റർവൽ പഞ്ചും കൂടി ആയപ്പോൾ ഫസ്റ്റ് ഹാഫ് സംതൃപ്തം എന്ന് വേണം പറയാനായിട്ട്. സെക്കൻഡ് ഹാഫിന് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിനെ തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വൈഡ് ആംഗിൾ ഷോട്ട്സും സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയും കൊണ്ടൊക്കെ ശരിക്കും ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന 6 വർഷം മുമ്പ് കണ്ട ലൂസിഫറിലെ ആ പഴയ സ്റ്റീഫൻ നെടുമ്പള്ളി സെക്കൻഡ് ഹാഫിൽ വന്ന് ശരിക്കും വിളയാടിയിട്ടാണ് പോയത്. ഒരു ഹോളിവുഡ് ക്ലാസ് പടം മലയാളത്തിൽ കണ്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ മൂവിയിലെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് കുറച്ചും കൂടി പൊതിഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരമായിരിക്കും എന്ന് തോന്നി. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോൾ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. പിന്നെ മൂവിയെ ഒരു മൂവിയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്ന മലയാളികൾക്ക് അത് വലിയ പ്രശ്നമാവുമെന്ന് തോന്നുന്നില്ല. അതർ സ്റ്റേറ്റ്സിലെ റെസ്പോൺസാണ് ഒന്ന് കൺസേൺ ആവേണ്ടി വരിക. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ ആസ് എ മൂവി ശരിക്കും എൻ്റർടൈനിങ് ആണ്, വർത്ത് വാച്ചിങ് ആണ്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഹോളിവുഡിലൊക്കെ കാണുന്ന ഒരു മൂവിക്ക് ഉണ്ടാവുന്ന ക്ലാസ് ഈ സിനിമയിലും അതേപോലെ കൊണ്ടുവരാനായിട്ട് സംവിധായകൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ഓരോ ഫ്രെയിമും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അത്രയ്ക്ക് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ദീപക് ദേവിന് ഹാൻഡ്സ് ഓഫ് കേട്ടോ. ആളെ വേണ്ട വിധം മലയാള സിനിമ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരുടേതായ നീതി പുലർത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ ചെറിയ മാസുകളൊക്കെ കലർന്ന ഒരു ക്ലാസ് മൂവിയാണിത്. എനിക്കും ഫാമിലിക്കും മൂവി വളരെ ഇഷ്ടപ്പെട്ടു. ചില മൂവി റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഓവർ ഹൈപ്പ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നി. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നിങ്ങളും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട് ഈ മൂവിയെക്കുറിച്ച് വിലയിരുത്തണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണേ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരുന്ന ഇതുപോലുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.